ഈ വ്യാജൻ എന്ന് പറയുന്നത് ഒരു രണ്ടിടത്തും പൊതുവായി ഉപയോഗിക്കുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനായി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചോദ്യം. ഞാൻ മറുപടി പറയാം സുജ. ഇപ്പൊ ഈ ആരോപണം, ഈ വ്യാജ സർട്ടിഫിക്കറ്റ്, ഇപ്പം പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. ഇനിയും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവാദം അതിൽ കേന്ദ്രീകരിച്ച് പല സന്ദർഭങ്ങളിലും വന്നേക്കാം. നമ്മൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ആരോപണങ്ങൾ എത്ര ബാലിശമായിട്ടാണ് ഉന്നയിക്കുന്നത്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതോടെ ഈ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ സംസാരിച്ച അഭിഭാഷകൻ വളരെ വിശദമായി അദ്ദേഹം അതിന്റെ നിയമവശം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലേ? 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കോടതിയുടെ മുൻപാകെ വന്നതിൽ ഏതെങ്കിലും ഒന്ന് വ്യാജനാണോ, ഏതെങ്കിലും ഒന്ന് ഒറിജിനലാണോ? ഇതിലേക്കൊന്നും കോടതി പോയിട്ടില്ല. ഈ സർട്ടിഫിക്കറ്റ് വ്യാജനാണ് എന്ന് കോടതിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാവണ്ടേ? അതൊന്നും അല്ല അവിടെ നടന്നത്. അപ്പൊ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഇതൊരു പുകമറയാണ്. ഇനി ഒത്തുകളി എന്ന് പറഞ്ഞാൽ, നേരത്തെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ വിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാവില്ല. ആ കേസിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നൊരു പക്ഷെ ബോധ്യപ്പെട്ടു. ഇപ്പൊ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ആരാണ് നിയമപരമായ അന്വേഷണങ്ങളുടെയോ അതിന്റെ പ്രൊസീജിയറുകളുടെയോ എക്സെപ്ഷൻ തേടുന്നത്? ആരും തേടുന്നില്ല. നിഷ്പക്ഷമായ അന്വേഷണം ആ വിഷയങ്ങളിലൊക്കെ നടന്നോട്ടെ. പക്ഷെ UDF-നെതിരെ ഈ ഒത്തുതീർപ്പ് എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല. കാരണം അതിശക്തമായി തന്നെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾ തുറന്നു കാണിക്കാൻ ശക്തമായി ഞങ്ങൾ സമരരംഗത്തുണ്ട്. നവകേരള സദസ്സിന്റെ കാലത്തുണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നു എന്ന ഭയത്തിൽ നിന്നാണ് ഈ സംഗതിയൊക്കെ ഉണ്ടാവുന്നത്. ഇന്ന് ഹെലികോപ്റ്ററിന് 50 ലക്ഷം, ഇന്നലെ വാട്ടർ ടാങ്ക് ശരിയാക്കാൻ 3.25 ലക്ഷം, മിനിഞ്ഞാന്ന് ചാണാക്കുഴിക്ക് 2.25 ലക്ഷം, അതിനു മുമ്പ് പിന്നെ കന്നുകാലി തൊഴുത്തിന് 43 ലക്ഷം, അതിനു മുൻപ് പിന്നെന്താണ് ലിഫ്റ്റ് സ്ഥാപിക്കാൻ 22 ലക്ഷം, മതിലിന്റെ പൊക്കം ഉയർത്താൻ 55 ലക്ഷം. ഇപ്പൊ തന്നെ ഈ ക്ലിഫ് ഹൗസിലേക്ക് 1.5 മാസത്തിനിടയിൽ 1.5 കോടി രൂപ ചെലവാണ് കേരളത്തിന്റെ പൊതുജനാവിന്. ഇവിടെ 1 ലക്ഷം രൂപ പോലും പാസ്സാക്കരുത്. പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, ഉച്ചഭക്ഷണം കൊടുത്തതിന്റെ പൈസ കൊടുക്കാൻ പൈസ ഇല്ല. ജനശ്രീ ഹോട്ടലുകൾ നടത്തിയ വീട്ടമ്മമാർ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്നു. ഈ വൈരുദ്ധ്യം കേരളത്തിലെ പ്രതിപക്ഷം നന്നായി അവതരിപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമായി വരുന്നുണ്ട്. അതിലുള്ള ഭയമാണ് ലോകത്തെല്ലാ ഏകാധിപതികളെയും പോലെ പ്രതിപക്ഷ ശബ്ദങ്ങൾ ഇനി അങ്ങോട്ട് അടിച്ചൊതുക്കി കളയാം എന്ന തീരുമാനത്തിലേക്ക് പിണറായി വിജയൻ പോകുന്നത്. ഇങ്ങനെ പോയ ഏകാധിപതികളൊന്നും അവരുടെ കസേരയിൽ അധികാലം ഇരുന്ന ചരിത്രമില്ല. ഇന്ന് കേൾക്കുന്നത് നവകേരള സദസ്സിൽ ഉപയോഗിച്ച ബസ് മ്യൂസിയത്തിൽ വെച്ചിട്ട് ബസ്സിലെ കറങ്ങുന്ന കസേര, അദ്ദേഹത്തിന്റെ സിംഹാസനം മ്യൂസിയത്തിൽ വയ്ക്കാൻ ശ്രമിച്ചു എന്നാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങൾ എന്നേക്കുമായി ഒരു പുരാവസ്തുവിനെ പോലെ മ്യൂസിയത്തിലേക്ക് വലിച്ചെറിയുന്ന രൂപത്തിലുള്ള ജനരോഷം കേരളത്തിൽ ഈ ഗവൺമെന്റിനെതിരെ ഉണ്ട്. അത് കാണുമ്പോഴുള്ള ഒരുതരം വെപ്രാളമാണ് ഇത്തരത്തിലുള്ള ഓവർ ആക്ടിങ്ങിലൂടെ, ഏകാധിപത്യത്തിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.